ശരിക്കും പറഞ്ഞാൽ ഈ മഴക്കാലവും മഴയും ഇങ്ങനെയുള്ളൊരു അന്തരീക്ഷമൊക്കെ കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തിലേക്ക് നമ്മളിങ്ങനെ പോകും. എല്ലാവർക്കും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുമോ, അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ എന്താ വെച്ചാൽ ഓരോ ജീവിതത്തിൻ്റെ ഓരോരോ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ അങ്ങനെ ചിന്തിക്കാൻ സമയം കിട്ടുന്നില്ല അല്ലേ? ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു കുഞ്ഞിലെ നമുക്ക് ഈ ഒരു മഴയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, ഈ ഒരു അന്തരീക്ഷം ഇങ്ങനെ ഒരു മൂടാപ്പായിട്ട് കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിക്കും നമ്മുടെ കുഞ്ഞിലെയുള്ള കാര്യങ്ങൾ. കുഞ്ഞുനാളിലൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുനാളിൽ നമ്മുടെ അച്ഛനും അമ്മയും നമ്മളോട് ഇങ്ങനെയുള്ളൊരു സമയത്തൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് നിർബന്ധിക്കുമായിരുന്നല്ലേ. ഈ മഴ സമയത്തൊക്കെ കഴിക്കാനും ചൂട് പലഹാരങ്ങളും കപ്പലണ്ടിയും കടലയും ഒക്കെ കുറയ്ക്കുന്നു. അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പിള്ളേർ കഴിക്കുന്ന ലേസും അങ്ങനത്തെയുള്ള കുറിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തിലെന്ന് പറഞ്ഞാൽ ഇതുപോലെ പരിപ്പ്, പട്ടാണി, കടല വറുത്തത്, ആ ഒരു കാലഘട്ടം ശരിക്കും അതൊക്കെ നമ്മൾ ചില സമയത്ത് ഇങ്ങനെ ഓർക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. ശരിക്കും അതൊക്കെ മിസ് ചെയ്യുന്നല്ലേ. ആ കാലഘട്ടമൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളതിനെ അവരെ അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ആ കഥകൾ അവരെ പറഞ്ഞിട്ടല്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കണമായിരുന്നു എന്ന് നമ്മളൊന്നും നിർബന്ധിക്കാനും പാടില്ല. കാരണം അവർ ജനിച്ച് വീണ കാലഘട്ടം വേറെ, നമ്മൾ ജനിച്ച കാലഘട്ടങ്ങൾ വേറെ. അപ്പം അവർക്ക് നമുക്കത് കണ്ടു വളർന്നതുകൊണ്ട് നമുക്ക് അതിനോടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവരിപ്പോൾ ജനിച്ച് വീണ ആ ഒരു കാലഘട്ടത്തിനെ കൊണ്ട് അങ്ങനെ ആ ഒരു രീതിയിൽ പോകും. നമ്മൾ രണ്ടിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിക്കാൻ പാടില്ലല്ലോ. ശരിക്കും ഈ മഴയും ഈ മൂടാപ്പുമൊക്കെ മിസ് ചെയ്യുന്നത് നമ്മുടെ നാടിനെ തന്നെയാണ്.